ഹായ് എവരിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 63ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തോടു കൂടി നമ്മൾ കേരള എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തീരും. നാളെ മുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് തുടങ്ങാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആണ് നാളെ മുതൽ നമ്മൾ തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ കേരളത്തെ കുറിച്ചുള്ള മാക്സിമം കാര്യങ്ങൾ പഠിച്ചു തീരും. 4 വീഡിയോസ് ആണ് ഇന്നിടുന്നത്. ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിനുശേഷം 3 വീഡിയോസ് കൂടെ ഇന്നുണ്ടാകും. അപ്പൊ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം പഠിച്ചവരാണെങ്കിൽ റിവൈസ് ചെയ്യുന്ന മാതിരി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം എക്സാം അടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും പഠിച്ച് തറോ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ചില ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച ചോദ്യങ്ങളാണ്, വീണ്ടും റിപ്പീറ്റ് ആവാണ്. അത് റിവിഷൻ പോലെ എടുക്കുക. ഓക്കെ, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ്. 4. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത്, തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ലോകബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏത്? ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്, ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. അടുത്തത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ മറന്നുപോകും. നിങ്ങൾ ഒരുപാട് പേര് ഇത് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളായിരിക്കും അല്ലെ, പക്ഷെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ചത് വീണ്ടും വീണ്ടും പഠിക്കാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. ആദ്യത്തെ ഏതാണ്? പെരിയാറാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ടാമത്തത് ഏത് എന്നാണ് ചോദിച്ചത്. പറമ്പിക്കുളമാണ്. പറമ്പിക്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. പറമ്പിക്കുളമാണ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. 13. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. പറമ്പിക്കുളമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാറാണ് ആൻസർ. നെയ്യാറാണ് അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർവ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. ശെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ
മഴനിഴൽ പ്രദേശം. കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. ചിന്നാറാണ് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ചാമ്പൽ മലയണ്ണാൻ അതുപോലെ തന്നെ നക്ഷത്ര ആമകൾ എന്നിവയെ കാണപ്പെടുന്നത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നത് ഏത് വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നത് ഏത് വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഓക്കെ, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ്. 20 കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. നേരത്തെ തെക്കേ അറ്റത്ത് പറഞ്ഞു, തെക്കേ അറ്റത്ത് നെയ്യാറാണ്. അപ്പോൾ വടക്കേ അറ്റത്ത് ഏതാണ്? ആറളമാണ്. ആറളമാണ് വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ഓക്കെ, കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം. 21 കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ആറളം. ആറളം വന്യജീവി സങ്കേതമാണ് കർണാടകയിലെ കുടക് വനങ്ങളുമായിട്ട് ചേർന്നു കിടക്കുന്ന വന്യജീവി സങ്കേതം. കേരളത്തിൽ 18ാമതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം. കേരളത്തിൽ 18ാമതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ 18ാമതായിട്ട് നിലവിൽ വന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷവും 1973. ഓക്കെ, വയനാട് വന്യജീവി സങ്കേതം 1973, പറമ്പിക്കുളം വന്യജീവി സങ്കേതവും 1973. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. 27 കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. എറണാകുളം ജില്ലയിലെ മംഗളവനമാണ് കടവാവലുകൾ കാണപ്പെടുന്നത്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. മംഗളവനമാണ് കേരള ഹൈക്കോടതിക്ക് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. ഓക്കെ, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്ന് അറിയപ്പെടുന്നത് ഏത്? KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ചൂലന്നൂരാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത്. ഏതാണ്? ചൂലന്നൂർ പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകമാണ്. കുമരകമാണ് വേമ്പനാട് പക്ഷി സങ്കേതം എന്ന് അറിയപ്പെടുന്നത്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ. ചൂലന്നൂരാണ് മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം. KK നീലകണ്ഠൻ
പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും ചൂലന്നൂരാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി. കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത്. കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. 39 കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. എല്ലാ പക്ഷി സങ്കേതങ്ങളുടെയും ജില്ല പഠിച്ചു വെക്കുക. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ്. കുറുമാലിപ്പുഴയാണ് ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 കിലോമീറ്റർ സ്ക്വയർ ആണ്. 925 കിലോമീറ്റർ സ്ക്വയർ ആണ് പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം. അപ്പൊ 46 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇതുവരെ ചെയ്തിട്ടുള്ള 63 ക്ലാസ്സുകളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ടാസ്ക് തന്നിട്ടുള്ള വീഡിയോ ടാസ്ക് നോട്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എല്ലാം റിവിഷൻ ചെയ്ത് നോക്കുക. ഇപ്പോൾ റിവിഷന് കൂടുതൽ പ്രാധാന്യം നൽകുക. പുതിയ പുതിയ കാര്യങ്ങൾ അധികം പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്തിട്ട് ഓർമ്മയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്